ഇത് ഏറ്റുമാനൂരിനടുത്ത് വെമ്പള്ളി എന്ന പേരുള്ള പ്രദേശമാണ്. അവിടെ കുറച്ച് ദിവസം മുമ്പ് എവിടെ നിന്നും ഒരു ആൺനായ്ക്കുട്ടി വന്ന് പെട്ടു. അവിടെയുള്ള നല്ലവരായ ഓട്ടോക്കാർ അവന് ഭക്ഷണവും വെള്ളവുമൊക്കെ കൊടുത്തു പോന്നു. പക്ഷേ 2 ദിവസമേ അവന് വല്ലാത്ത ക്ഷീണമാണ്. ഇടത് കൈ പൊക്കി പിടിച്ച് കുറച്ച് ദൂരം നടക്കും, പിന്നെ തളർന്നിരിക്കും, പിന്നെ കിടക്കും. വല്ലാത്ത ശബ്ദത്തിൽ വലിയ നിലവിളിയാണ്. ഏതോ വാഹനമിടിച്ച് ഇടത് കൈക്ക് പരിക്കേറ്റതാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റ നായയെ പിടിച്ചാൽ അത് കടിക്കുമെന്നുള്ള ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവിടെ അടുത്തുള്ള ഏതൊരു സഹോദരി ഇതെല്ലാം കണ്ട് റെസ്ക്യൂ ടീമിനെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരമാണ് ഞങ്ങളവിടെ എത്തിച്ചേരുന്നത്. പരിക്കേറ്റ വേദന കൊണ്ട് വെറും കൈ കൊണ്ട് പിടിച്ചാൽ കടിച്ചു കളയുമോ എന്ന ഭയം കൊണ്ട് ഒരു സ്റ്റിക്ക് വെച്ചാണ് അവനെ ആദ്യം പിടിച്ചത്. ഇത് പ്രൊഫഷണലുകളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റിക്കല്ല, ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് ഉള്ള ഒരു സ്റ്റിക്കാണ്. ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മുഖത്ത് മസിലൊക്കെ ധരിപ്പിച്ചപ്പോൾ അവൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത്. ഇത്ര സുന്ദരനും നിരുപദ്രവകാരിയുമായ ഇവനെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന സംശയം തോന്നി. ഒരുപക്ഷെ ഇവൻ വീട്ടിൽ നിന്ന് ചാടി വഴിതെറ്റിപ്പോയി അവിടെ എത്തിപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ ചിന്തിച്ചത്. ആശുപത്രിയിൽ ഡോക്ടറുടെ പരിശോധനയ്ക്കിടയിലും യാതൊരു പ്രകോപനവും കൂടാതെ വളരെ അനുസരണയോടുകൂടിയാണ് അവൻ പെരുമാറിയത്. ഒരു മിണ്ടാപ്രാണിയുടെ അസുഖം അന്വേഷിച്ചുള്ള പരിശോധന എന്നത് വളരെ സ്നേഹമിശ്രണമായ ഒരു പെരുമാറ്റമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പരിശോധനയിൽ വാഹനമിടിച്ചുള്ള പരിക്കേറ്റ് അവൻ്റെ കൈക്ക് യാതൊരുവിധ പരിക്കും പറ്റിയതായി കണ്ടില്ല. വളരെ ദൈർഘ്യമേറിയ പരിശോധനയ്ക്കൊടുവിൽ അവന് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. കനൈൻ ഡിസ്റ്റംബർ അഥവാ നായ വസന്ത. പ്രതിരോധശേഷി ആകമാനമില്ലാതാക്കുകയും ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ആകെ തകിടം മറിക്കുകയും ചെയ്യുന്ന ഒരു വൈറസിൻ്റെ ആക്രമണമാണ് ഇത്. പാവം പിടിച്ച നായ്ക്കുട്ടി പക്ഷേ അതിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി എന്നാണ് ഡോക്ടർ പരിശോധനയിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. അവനാവശ്യമായ മെഡിസിനൊക്കെ വാങ്ങി നല്ലവരായ അവൻ്റെ സംരക്ഷകരുടെ അടുക്കൽ അവനെ എത്തിച്ചു. മറ്റ് ശല്യങ്ങളൊന്നുമില്ലാത്ത വിധം അവനെ അതിനടുത്ത് സൂക്ഷിച്ചുകൊണ്ട് അടുത്ത 20 ദിവസത്തേക്കുള്ള മരുന്ന് മുടങ്ങാതെ നൽകിക്കൊള്ളാം എന്ന് ആ നല്ലവരായ സഹോദരങ്ങൾ ഏറ്റു. രോഗാവസ്ഥയുടെ നിർണായക ഘട്ടം കടന്നു പോയതുകൊണ്ട് തന്നെ അവൻ വളരെ ആരോഗ്യവാനായി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. ഈ സുന്ദരനെ പിരിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വലിയ ഒരു ഭാരമായി. ഇവന് ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇവനെ, ഈ സുന്ദരക്കൂട്ടനെ ആർക്കെങ്കിലും അഡോപ്ഷനായി നൽകാൻ. 9ഓളം അഗതികളായ പെണ്ണായ്ക്കളുള്ള എൻ്റെ വീട്ടിൽ ഇവനായി ഒരിടം കൊടുക്കാനാവാത്തതിൽ ഉള്ള വിഷമം എനിക്ക് ബാക്കിയായി. ഇവൻ്റെ അടുത്ത് ഇനിയും പോകുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ.